children, welcome to the math class. Next, expanded form. Expanded form add the numbers with using expanded form. Add expanded form method add the numbers 524 and 343. This number expanded form add. Okay, 524 plus 343. And 3-digit numbers add. Firstly, write the expanded form. If I add the number expanded form, that is 524 is equal to expanded form correct 500 plus 500 plus 20 plus 4. Expanded form. Next, 343 expanded form. 343 is equal to 300 plus 40 plus 3. All correct. Plus plus numbers ones place hundreds place tens place hundreds place expanded form this numbers add 4 plus 3 7 plus left side plus 20 plus 40 60 plus 500 plus 300 800. Okay, for expanded form what is the number? 800 plus 800 plus 60 plus 7 is equal to 867. Check 4 plus 3 7, 4 plus 2 6, 5 plus 3 8. The same 867 and 867 equal. Expanded form numbers add. That is, numbers expanded form expanded form add brought down 867 remainder case 247 and 536 using expanded form. Using expanded form question 247 plus 536. Firstly, write the expanded form of 247. 247 is equal to 200 plus 40 plus 7. Next number 536. 536 is equal to 500 plus 30 plus 6. Draw a line. But as well as the group in the model 7 plus 6 one's place 7 plus 6 13. But plus 2. 40 plus 30 70. Then 200 plus 500 2 plus 5 700. Okay, for 700 plus 70 plus 13 one's place 10 plus 3 10 remainder addition carry over next place 1 10 അതുപോലെ എന്ത് ചെയ്യണം ഈ 13 നുള്ള 110 നെ എടുത്ത് 70 ക്ക് കൊടുക്കണം
13 ഉള്ള 110നെ എഴുതിയിട്ടാണ് ടെൻസ് പ്ലേസിലേക്ക് നമുക്ക് കൊടുക്കണം. എന്നാൽ ഇവിടെ എത്ര വരും? ഈ 70 മാറി നമുക്ക് 80 ആയി വരും. ഇതിനകത്തേക്ക് ഇതിൽ നിന്ന് ഒരു 10 എടുത്ത് ഈ 70യുടെ 70ന്റെ കൊടുക്കണം, 70യുടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ 70 മാറി 80 ആയി മാറും. 70 ചേഞ്ചസ് ഇൻറ്റു 80. അങ്ങനെ നമുക്ക് നോക്കാം. ആ സ്റ്റെപ്പ് പുതിയ സ്റ്റെപ്പായിട്ട് എഴുതുവാണേ. അപ്പോൾ എങ്ങനെയായിരിക്കും? 700 പ്ലസ് ഇനി ഇവിടെ നോക്കിക്കേ, 30യിൽ നിന്നും ഒരു 10നെ നമ്മൾ 30ൽ നിന്ന് ഒരു 10നെ 70യിലേക്ക് കൊടുക്കും. അപ്പോൾ 70 പ്ലസ് 10 എന്ന് കൊടുക്കുന്നു. പിന്നെ ആ 3യെ നമ്മൾ തനിച്ച് നിർത്തുന്നു. അതായത് വൺസ് പ്ലേസിൽ ഒരു നമ്പറേ പാടുള്ളൂ അല്ലേ? അപ്പോൾ ആ 3 എടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി നമ്മൾ ഈ 70യെ 10നെയും കൂടെ ചേർത്ത് എഴുതാം. 70 പ്ലസ് 700 പ്ലസ് 80 പ്ലസ് 3. അപ്പോൾ എത്രയായിരിക്കും? 70 പ്ലസ് 700 പ്ലസ് 80 പ്ലസ് 3 എത്രയായിരിക്കും? നമുക്ക് എക്സ്പാൻഡഡ് ഫോമിന്റെ നമ്പർ എഴുതാൻ പഠിച്ചല്ലേ നമ്മൾ. 700 പ്ലസ് 80 പ്ലസ് 3 783. ഇത് ശരിയാണോ നമുക്ക് നോക്കണ്ടേ? 6 പ്ലസ് 7 13, 1 റിമൈൻഡർ, 4 പ്ലസ് 1 5, 5 പ്ലസ് 3 8, then 5 പ്ലസ് 2 7. ഈക്വൽ ആയോ? രണ്ടും ഈക്വൽ ആയില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് റിമൈൻഡർ വരുമ്പോൾ എങ്ങനെ കാണിക്കും? നമ്മൾ റിമൈൻഡർ കോളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ ഇവിടെ റിമൈൻഡർ വന്നാൽ ഏത് പ്ലേസിലാണ് റിമൈൻഡർ നോക്കുക? ഇവിടെ വൺസ് പ്ലേസിൽ റിമൈൻഡർ വന്നു. ഇവിടെ നമുക്ക് 13ൽ നിന്ന് ഒരു 10 എടുക്കാണ്ട്, അതായത് 10 പ്ലസ് 3 ആണ് 13. 10 പ്ലസ് 3 ആണ് 13. ആ 10നെ നമ്മൾ ടെൻസ് പ്ലേസിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ടെൻസ് പ്ലേസ് അല്ലേ? 70യിലൂടെ ഒരു 10നെയും കൂടെ കൊടുക്കുന്നു. അങ്ങനെ മാറി 70യുടെ 10 ചേർക്കുമ്പം 80 ആയിട്ട് മാറുന്നു അല്ലേ? അപ്പം 700 പ്ലസ് 80 പ്ലസ് 3 എന്നാവും. ദാറ്റ് ഈസ് 783. അങ്ങനെയാണ് എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഈ രണ്ട് കണക്കുകളും നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഈ രണ്ട് കണക്കും ചെയ്ത് പഠിക്കുക. ഓക്കെ, then look at this വേഡ് പ്രോബ്ലം. വേഡ് പ്രോബ്ലം നമ്മൾ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യുന്ന ആ കണക്കുകളാണ്. നമ്മൾ ഇവിടെ എ ഫാർമർ brought a sack of rice each from 2 of his farms. അദ്ദേഹത്തിന് ഒരു ഫാർമർ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ. അദ്ദേഹത്തിന് റൈസ്, അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിലെ വിളവൊക്കെ ഉണ്ടായി. അതിന് റൈസ് അദ്ദേഹത്തിന് 2 ചാക്ക് കിട്ടി. അപ്പം he wants to sell in the market. അപ്പം അത് അദ്ദേഹം മാർക്കറ്റിൽ വിൽക്കാനായിട്ട് കൊണ്ടുപോവാണ്. He got 243 kilogram of rice from first farm. ആദ്യത്തെ ഫാമിൽ നിന്നും 243 കിലോഗ്രാം ഉള്ള ഒരു ചാക്ക്. ഇനി രണ്ടാമത്തെ ഫാമിൽ നിന്നും 547 കിലോഗ്രാം ഉള്ള ഒരു ചാക്കാണ്. അങ്ങനെ 2 ചാക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഓക്കെ, യു ഷുഡ് ഫൈൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ റൈസ് ബ്രോഡ് ഫോർ സെയിൽ. അതായത് എത്രയാണ് ആകെ വിൽക്കാൻ കൊണ്ടുപോയത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കിയേ. റൈസ് ബ്രോഡ് ഫ്രം ദ ഫസ്റ്റ് ഫാം. ആദ്യത്തെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് എത്രയാണെന്ന് സ്റ്റെപ്പ് എഴുതണം. റൈസ് ബ്രോഡ് ഫ്രം ദ ഫസ്റ്റ് ഫാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 243 കിലോഗ്രാം. ഇനി റൈസ് ബ്രോഡ് ഫ്രം ദ സെക്കൻഡ് ഫാം. അപ്പം ടെക്സ്റ്റിൽ ഇങ്ങനെ നോക്കേണ്ട, ഈസിന്റെ വീഡിയോ കാണുന്ന കൂടുതൽ. റൈസ് ബ്രോഡ് ഫ്രം ദി സെക്കൻഡ് ഫാം, രണ്ടാമത്തെ ഫാമിൽ നിന്ന് കിട്ടിയത് 547 കിലോഗ്രാം. ഇനി കഴിഞ്ഞ ടീച്ചർ അഡീഷൻ പഠിപ്പിച്ച പറഞ്ഞു അത് ടോട്ടൽ കാണാൻ വേണ്ടി ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് അത് ഫുൾ എഴുതണ്ടേ. ആ ബ്രോഡ് ഫോർ സെയിൽ എന്നുള്ളതൊന്നും ഫുൾ എഴുതണ്ട. ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ആ 2 നമ്പറിനെയും കൂടെ നമ്മൾ റൈറ്റ് സൈഡിൽ, ബുക്കിന്റെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് ഈ ആൻസറിലേക്ക് വരണം. അപ്പം ആദ്യമേ നോക്കേണ്ടത് ഇതിനകത്ത് എന്താണ് കാര്യങ്ങൾ തന്നിരിക്കുന്നത്. അദ്ദേഹം ആ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കുക. അതാണ് റീഡ് ചെയ്യണം. ആദ്യം നമ്മൾ റീഡ് ചെയ്യണം. അത് മൊത്തം ആ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്. വേഡ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ അപ്പം അത് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതിനകത്ത് എന്തൊക്കെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് അത് കണ്ടുപിടിക്കണം, ഫൈൻഡ് ചെയ്യണം. അപ്പം അത് ഫൈൻഡ് ചെയ്തു. അപ്പം 2 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൈസ് ബ്രോട്ട് ഫ്രം ദ ഫസ്റ്റ് ഫാം, റൈസ് ബ്രോട്ട് ഫ്രം ദ സെക്കൻഡ് ഫാം. 2 ചാക്കുകളിലെ വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ആ വെയിറ്റ് നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പിലായിട്ട് എഴുതുന്നു. പിന്നെ 3ാമത്തെ സ്റ്റെപ്പിൽ അത് നമ്മൾ അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു.
മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡിസൈഡ് ചെയ്യണം ഇതെന്ത് ചെയ്യാൻ എങ്ങനെ ചെയ്താൽ നമ്മളിത് കണ്ടുപിടിക്കാൻ നോക്കുക. നമുക്കറിയാം 2 ചാക്കുകൾ ആകെ എത്ര ചാക്കുണ്ടെന്ന് അറിയാൻ വേണ്ടി 2 ചാക്കിന്റെ വെയിറ്റ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെ നമ്മൾ തീരുമാനിക്കണം എന്ത് ചെയ്യാന്ന്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് കിട്ടിയ ആൻസറിനെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നു. ഓക്കെ, ഇത് ടീച്ചർ അടുത്ത വീഡിയോ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.